സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ അപകടത്തെ സംബന്ധിച്ചുള്ള വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഈ പ്രതിഷേധത്തിനൊപ്പം തന്നെ കളക്ടറുടെ അന്വേഷണം ഇന്ന് ആരംഭിക്കും എന്ന വിവരമുണ്ട്. കളക്ടർ ജോൺ വി സാമുവൽ മെഡിക്കൽ കോളേജിലെത്തി തെളിവുകൾ ശേഖരിക്കും. അതേസമയം സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധം ഇന്നും തുടരും. BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നുണ്ട് നമുക്ക് വിവരങ്ങൾ നൽകുന്നതിനായി. മിഥുൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ സംഭവിച്ചത് എന്ത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൽ രണ്ട് തരത്തിൽ. ഒന്ന്, ഈ കെട്ടിടം 13 വർഷം മുൻപ് തന്നെ ജീർണാവസ്ഥയിലെന്ന് പറഞ്ഞ ഈ കെട്ടിടം ഇപ്പോഴും അവിടേക്ക് എങ്ങനെ ആളുകൾക്ക് പ്രവേശനമുണ്ടായി, ആളുകൾ എങ്ങനെ അത് ഉപയോഗിച്ചു എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ആ ചോദ്യത്തിലൊരു അന്വേഷണം വരണം. ഈ കെട്ടിടം തകർന്ന അവസ്ഥയിലേക്ക് പോയതെങ്ങനെ, അതിലേക്ക് കാര്യങ്ങൾ വരണം. അതിനൊപ്പം തന്നെ ബിന്ദുവിൻ്റെ മരണം സംബന്ധിച്ച് 2.5 മണിക്കൂറോളം ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ബിന്ദു കുടുങ്ങിക്കിടപ്പുണ്ട് എന്നറിയാതെ അതിന് ചുറ്റും നിന്ന ആളുകൾ, രക്ഷാപ്രവർത്തകർ, മന്ത്രിമാരടക്കമുള്ള ആളുകൾ എന്ത് ചെയ്തു ഈ വിഷയത്തിൽ എന്ന് പറയുന്നത്, ഇതെല്ലാം തന്നെ അന്വേഷണ പരിധിയിൽ വരുമോ? ഇതിപ്പോൾ സൂപ്രണ്ടിനെതിരെ നടപടി വരുമെന്ന് പറയുന്നു. സൂപ്രണ്ട് തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറയുന്നു. അദ്ദേഹം ആ കുറ്റം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യവും ഇന്നലെ കണ്ടു. എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന്? സൂപ്രണ്ട് തന്റെ ഉത്തരവാദിത്തമായിരുന്നു മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിൽ. മന്ത്രി അത്തരത്തിൽ ആരും കുടിയും കിടക്കുന്നില്ല എന്നുള്ള മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിൽ താനായിരുന്നു. താൻ നൽകിയ ഇൻപുട്ടുകൾ വെച്ചുകൊണ്ടാണ് മന്ത്രി അങ്ങനെ പറഞ്ഞത് എന്നുള്ള ഒരു സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരുപക്ഷെ സ്വയം ബലിയാടാകുന്ന രീതിയാണ് സൂപ്രണ്ട് നടത്തിയിരുന്നത്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നടത്തിയിരുന്നത്. ഇതിനെതിരെ വിമർശനം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. കാരണം മന്ത്രിക്ക് വേണ്ടി അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി സ്വയം കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു സൂപ്രണ്ട് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നിരുന്നാൽ പോലും സംഭവത്തിൽ സംഭവിച്ച വിഷയങ്ങളിൽ അതുവരെ സ്വീകരിച്ചിരുന്ന സർക്കാർ പ്രതിനിധികൾ, അതായത് മന്ത്രിമാരുടെ ഒരു നയമുണ്ടായിരുന്നു. തങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അത് ആരും കടക്കാത്ത ഒരു ഇടമാണ്, അടച്ചിട്ട മുറികൾ തന്നെയായിരുന്നു, അടച്ചിട്ട ബാത്റൂമുകൾ തന്നെയായിരുന്നു എന്ന് അവസാന നിമിഷം വരെ അതേ നിലപാട് തന്നെയായിരുന്നു മന്ത്രി VN വാസവനും അതുപോലെ തന്നെ വീണ ജോർജും എടുത്തിരുന്നത്. പക്ഷേ രാത്രിയോടുകൂടി കളക്ടർ സൂപ്രണ്ട് എത്തി കൃത്യമായി പറയുകയുണ്ടായി, അത് എനിക്കൊരു പിഴവ് സംഭവിച്ചതാണ്. അതിനകത്ത് 10ാം വാർഡിൽ നിന്നുള്ള ആളുകൾ ഒരുപക്ഷെ ബാത്റൂമുകൾ ഉപയോഗിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടാകാം എന്നുള്ള പരാമർശമാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അങ്ങനെ പോലുമല്ല, എല്ലാ വാർഡിൽ നിന്നും, ഈ 11ാം വാർഡിൽ നിന്നും 14ാം വാർഡിൽ നിന്നും ആളുകൾ അവിടേക്ക് ആ ബാത്റൂമുകൾ ഉപയോഗിച്ചിരുന്നു എന്ന വിവരം ആണ് ഈ രോഗികളും കൂട്ടിരിപ്പുകാരും തന്നെ പറയുന്നത്. മാത്രമല്ല, ആരും കുടുങ്ങി കിടക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു ധാരണയായിരുന്നു. കാരണം അവിടേക്ക് ആരും പ്രവേശിക്കരുത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, എല്ലാവരെയും ഒഴിപ്പിച്ചു എന്ന് ആദ്യഘട്ടത്തിൽ ആ ആശുപത്രിയിലെ മറ്റ് ഉദ്യോഗസ്ഥരും വകുപ്പ് മേധാവികളും എല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ അടിസ്ഥാനത്തിലാണ് താനും അങ്ങനെ പറഞ്ഞത്. എല്ലാവരെയും ഒഴിപ്പിച്ച് കുടുങ്ങി കിടക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. പിന്നീട് പലരെയും കാണാനില്ല എന്നുള്ള പലരും പരാതിപ്പെടുന്നുണ്ടെങ്കിലും അല്പസമയത്തിനകം തന്നെ കാഷ്വാലിറ്റിയിൽ നിന്നും ആശുപത്രിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇവരെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉയരുന്ന കാണാനില്ല എന്നുള്ള പരാതികളെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ പരിഹരിക്കപ്പെടുന്നത് കൊണ്ട് ഈ ഇറങ്ങിയോടിയ കൂട്ടത്തിൽ ആരെങ്കിലും കാണും എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് താനും കരുതിയത് എന്നാണ് സൂപ്രണ്ട് പറയുന്നത്. ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനം തന്നെയായിരുന്നു, അല്ലെങ്കിൽ പ്രസ്താവന തന്നെയായിരുന്നു അത് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്താണ് ഇന്നലെ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് എന്നതിനപ്പുറം എന്തുകൊണ്ട് ഇന്നലത്തെ ഈ കെട്ടിട വീഴ്ച ഉണ്ടായി എന്നതിലേക്ക് കൂടി അന്വേഷണം ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഒരാഴ്ചക്കകം സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കളക്ടർ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ മുതൽ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തുമെന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പ്രധാനമായും അറിയേണ്ടത്, ഒന്ന്, 2013 മുതൽ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്നും പ്രവർത്തിക്കാനാവാത്തതാണ് എന്നും ഉള്ള റിപ്പോർട്ട് ലഭ്യമായിരുന്നു. പക്ഷേ 2025 വരെ
ഈ കെട്ടിടം തകരുന്നത് വരെ ഈ കെട്ടിടം ഒഴിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഒരാളുടെ ബിന്ദുവിൻ്റെ മരണം സംഭവിക്കുന്നത് വരെ സർക്കാരിന് കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത് ഇന്നലെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. കുറേ വർഷങ്ങളെടുത്തു ഇതിനുമായി ബന്ധപ്പെട്ട ചില സാങ്ഷനുകളിലേക്ക് എത്താൻ, സർക്കാരുകളുടെ അടക്കമുള്ള ഇടപെടലിലേക്ക് എത്താൻ. കാരണം ആദ്യഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഈ കെട്ടിടങ്ങൾ വീണ്ടും പുനരുപയോഗിക്കാൻ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തി പുനരുപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിലുള്ള ഒരു പഠനം നടത്തുകയുണ്ടായി. പക്ഷേ ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പുനരുപയോഗിക്കാൻ കഴിയില്ല, പുനർനിർമ്മാണത്തിന് ശേഷം ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള നിഗമനത്തിലെത്തി. 2016 കൂടി ഇത് വീണ്ടും പുനർനിർമ്മിക്കണം എന്നുള്ള ആവശ്യത്തിലേക്ക് എത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു എന്നാണ് പറയുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് കഴിഞ്ഞ 3 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കാൻ സാധിച്ചത്. അത് അന്തിമഘട്ടത്തിലായിരുന്നു. 1 മാസത്തിനകം ആ കെട്ടിടത്തിലേക്ക് മാറാനിരിക്കുകയാണെങ്കിൽ ഒരു അപകടം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കിയത്. ഈ വിഷയങ്ങൾ ഈ അന്വേഷണ പരിധിയിൽ ഉണ്ടാവണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കെട്ടിടത്തിലേക്കുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിനുണ്ടായ, അതുപോലെ തന്നെ നിരന്തരമായി ഉണ്ടായ മുന്നറിയിപ്പുകൾ അവഗണിച്ചു എന്നടക്കമുള്ള വിഷയങ്ങളിലേക്ക് അന്വേഷണം എത്തണം. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തെ അപകടത്തിന് പിന്നാലെ ഉണ്ടായ രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ച, അതിൻ്റെ അന്വേഷണത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. അതാണ് പ്രധാനമായും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10:50 കൂടിയാണ് ഈ ഒരു ബിൽഡിങ് തകർന്ന് വീഴുന്നത്, കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്ന് വീഴുന്നത്. ഇന്നലെ അദ്ദേഹം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കിയ ഒരു ടൈം ലൈൻ ഉണ്ട്. ആ ടൈം ലൈൻ അനുസരിച്ച് ഏതാണ്ട് 11:05 കൂടി തന്നെ ഏതാണ്ട് 120ഓളം രോഗികളെ അവിടെ നിന്ന് ഈ 3 വാർഡുകളിൽ നിന്നായി ഒഴിപ്പിക്കാൻ സാധിച്ചു. അത് ഒരുപക്ഷെ ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പരമാവധി അവിടുത്തെ സ്റ്റാഫുകളെല്ലാം ചേർന്ന് പരമാവധി രോഗികളെ ഒഴിപ്പിക്കാൻ സാധിച്ചു. ഇതെപ്പോഴും ഉള്ളതാണ് മിഥുൻ. ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞു മാത്രം നടപടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ചയാണ് എല്ലാ കാലവും എല്ലാ വിഷയത്തിലും. ഇവിടെ നമുക്കറിയാം, അപകടം ഉണ്ടായി കഴിഞ്ഞും നടപടിയെടുക്കാൻ വൈകിയതിൻ്റെ ഫലമാണ് ബിന്ദുവിന് ജീവൻ നഷ്ടപ്പെട്ടത് എന്നൊരു ദുരവസ്ഥ കൂടി ഇരിക്കുകയാണ്. ഏതായാലും ഈ 13 വർഷം മുൻപ് തന്നെ ജീർണാവസ്ഥയിലെന്ന് പറഞ്ഞ ഈ കെട്ടിടം ഇടിഞ്ഞു വിളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എന്തൊക്കെ അനാസ്ഥകൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയില്ല. തീർച്ചയായും ഒരു ആശുപത്രിക്കുള്ളിൽ മാധ്യമങ്ങൾക്കോ ക്യാമറയ്ക്കോ ഒക്കെ കയറുന്നതിന് പരിമിതികളുണ്ട്, അത് നിയന്ത്രണങ്ങൾ വയ്ക്കുന്നു. പക്ഷേ ഈ നിയന്ത്രണങ്ങൾക്കൊപ്പം അതിനുള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അപകടത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അതിനുള്ള സാഹചര്യം നമുക്കില്ല. രോഗികളുടെ അവസ്ഥയിൽ നമ്മൾ ക്യാമറയുമായി കടന്നു ചെല്ലുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. പക്ഷേ നോക്കൂ, ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും ഈ ആശുപത്രിക്കുള്ളിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യപ്പെടും എന്ന് കരുതാമോ? ഈ അന്വേഷണത്തിന് കീഴിൽ അതൊക്കെ വരുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് മിഥുൻ. വീണ, ഈ വാർത്ത, ഇങ്ങനെയൊരു അപകടാവസ്ഥ നേരത്തെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞല്ലോ. പക്ഷേ അങ്ങനെയല്ല, ഇത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പല ഘട്ടങ്ങളിൽ. അത് പല രീതിയിലാണ് എന്നുള്ളത് മാത്രം. കാരണം അടുത്തിടെയാണ് ശക്തമായിട്ടുള്ള മഴയിൽ മെഡിക്കൽ കോളേജ് കെട്ടിടം ചോർന്നൊലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ പുറത്തു വന്നത്, ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നത്. ഇടയ്ക്കിടെ ഈ കെട്ടിടത്തിൻ്റെ തന്നെ ഓർത്തോ വിഭാഗം കെട്ടിടത്തിൻ്റെ തന്നെ മേൽക്കൂരയുടെ കോൺക്രീറ്റ് പാളികൾ പലപ്പോഴായി അടർന്നു വീഴുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. രോഗികൾക്ക് പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകളെല്ലാം തന്നെ നിരന്തരം നമ്മൾ നൽകിയിരുന്നതാണ്. അപ്പോഴെല്ലാം പറഞ്ഞിരുന്നത് ഒരു മേൽക്കൂരയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്, രോഗികൾക്കൊന്നും പരിക്കേറ്റിരുന്നില്ല. ഒരു അത്യാഹിതം സംഭവിക്കാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു ഈ അധികൃതർ എന്ന് വേണം നമുക്ക് പറയാൻ. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ അടർന്നു വീഴുന്നതും ചോർന്നൊലിക്കുന്നതും വെള്ളം കയറുന്നതുമെല്ലാം എന്തിൻ്റെ സൂചനയാണ്? ആ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കത്തിൻ്റെയും കെട്ടിടം വാസയോഗ്യമല്ല, ഉപയോഗയോഗ്യമല്ല എന്നതിൻ്റെയും എല്ലാം തെളിവുകളാണ്. അത്തരം വാർത്തകൾ പുറത്തു വന്നിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഒരു ദൃശ്യങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴായി അവിടുത്തെ രോഗികൾ ഉന്നയിക്കുന്ന പലവിധ വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥയാകട്ടെ, അവിടുത്തെ അസൗകര്യങ്ങളുടെ വിഷയങ്ങളാകട്ടെ, മറ്റ് ചികിത്സയുമായി ബന്ധപ്പെട്ട അവിടെ നമുക്കറിയാം, ഒരു ഡോക്ടർ തന്നെ പുറത്തു വന്ന് ഈ മെഡിക്കൽ കോളേജുകൾക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി വരുന്നൊരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ
ഈ രോഗികൾ പലപ്പോഴായി പറയുന്ന ആ പ്രശ്നങ്ങളെ എത്ര കണ്ട് ഈ അധികാരികൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതും. ഏതായാലും ഇവിടെ നിന്നിപ്പോൾ ഈ രോഗികളെയൊക്കെ മാറ്റാൻ, അല്ലെങ്കിൽ ഈ കെട്ടിടവുമായി അതിനോടടുത്തുള്ള വാർഡുകളിലൊക്കെയുള്ള രോഗികളെയൊക്കെ അവിടുന്ന് മാറ്റുന്നുണ്ട് മാറ്റിയിരുന്നു. പൂർണ്ണമായും ഇന്നലെ മാറ്റിയതൊക്കെയും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് ഈ ഓർത്തോ വിഭാഗത്തിൽ സർജറി കഴിഞ്ഞ് കിടത്തിയിരിക്കുന്ന രോഗികളുടെ ഒരു വാർഡായിരുന്നു ഈ 10, 11, 14 വാർഡുകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ രോഗികളെയൊക്കെ ഒഴിപ്പിച്ചപ്പോൾ മിക്കവരെയും ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെയെങ്കിൽ ഇന്ന് അടക്കം നടക്കേണ്ടിയിരുന്ന ശസ്ത്രക്രിയകളുടെയൊക്കെ അവസ്ഥ എന്താണ് മിഥുൻ? അപ്പോൾ സാധാരണഗതിയിൽ ഈ ആശുപത്രി സാധാരണ നിലയിലേക്ക് ഈ ആശുപത്രിയുടെ പ്രവർത്തനം വരുമോ? ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ഇന്നലെ രാത്രിയിൽ മാധ്യമങ്ങൾ കണ്ടപ്പോൾ നമ്മൾ ഇത്തരത്തിൽ സൂപ്രണ്ടിനോട് ചോദിച്ചിരുന്നു. അതായത് അകാരണമായി ആരെയും ഡിസ്ചാർജ് ചെയ്യില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ നടന്നിരിക്കുന്ന ഡിസ്ചാർജുകളെല്ലാം തന്നെ സാധാരണ ഡിസ്ചാർജുകൾ ഉണ്ടാവുകയാണെങ്കിൽ തലേ ദിവസം നാളെ ഡിസ്ചാർജ് എന്ന് അറിയിക്കുകയാണെങ്കിൽ രാവിലെ മുതൽ ഈ ഡിസ്ചാർജ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. അത് കഴിയുന്നത് ഏതാണ്ട് വൈകിട്ടോട് കൂടിയായിരിക്കും. ഒരുപക്ഷെ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും അവരെ പറഞ്ഞയക്കുക ഉണ്ടാവുക. അത്തരത്തിൽ വലിയൊരു നടപടിക്രമങ്ങൾ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ച് നടത്തേണ്ടിയിരിക്കുന്നു. അത് അല്പം വേഗത്തിലാക്കി എന്നുള്ളത് മാത്രമാണ്. അത് ഉടനെ തന്നെ അവരെ ഡിസ്ചാർജ് ചെയ്ത് വിടേണ്ട അവസ്ഥയിലേക്ക് എത്തി. പിന്നീട് ഈ സർജറി നടക്കുന്നതും ഇതേ കെട്ടിടത്തിൽ തന്നെയാണ്. മാത്രമല്ല സർജറി നടത്തേണ്ടവരും സർജറി നടത്തിയതിനു ശേഷമുള്ള രോഗികളെയും ഈ വാർഡുകളിലാണ്, ഇപ്പോൾ തകർന്നു വീണ കെട്ടിടത്തിന്റെ ഭാഗങ്ങളിൽ തന്നെയാണ് അവരെയും ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരെയും സർജറി മാറ്റിവെച്ചിട്ടുള്ളത് കാര്യമായിട്ടുള്ള അതല്ല ഒരുപക്ഷെ വീട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം സർജറി നടത്തിയാൽ മതിയാകുന്ന ചില കേസുകൾ സർജറി മാറ്റിവെച്ചിട്ടുണ്ട് എന്നല്ലാതെ അകാരണമായി ആരെയും സർജറി മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും വകുപ്പ് ഡോക്ടർമാർ അത്തരത്തിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ. മറ്റൊന്ന്, ഈ പ്രതിഷേധം സംസ്ഥാനം ഒട്ടാകെ ഉണ്ട് മിഥുൻ. കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഇന്നലെ തന്നെ നമുക്കറിയാം, BJP ഈ കെട്ടിടം തകർന്ന ഉടൻ തന്നെ അവിടുത്തെ BJP നേതാക്കൾ ഇതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. ഇത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് എന്ന കാര്യം ഉന്നയിച്ചിരുന്നു. അതിനുശേഷം ബിന്ദുവിൻ്റെ മൃതദേഹം കണ്ടെത്തുമ്പോഴേക്കും ആ പ്രതിഷേധം അണപൊട്ടുന്നതും നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ കൂടി. തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്നും ശക്തമായിട്ടുള്ള മാർച്ചുകൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് BJPയുടെ മാർച്ച് 12 മണിയോടെ കൂടി നടക്കുക. അത് അവിടെ സംസ്കാര ചടങ്ങുകൾ തലയോലപ്പറമ്പിൽ പൂർത്തിയാക്കിയതിന് പിന്നാലെയായിരിക്കും മാർച്ച് നടക്കുക എന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തമാക്കിയിരിക്കുന്നത്. 12 മണിയോട് കൂടി മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തും. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ചും ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് നടക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലും ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടർന്നുള്ള മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഉന്നയിക്കുന്നത് പ്രധാനമായും രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ പുതിയ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ ഈ സൂപ്രണ്ടിനെതിരെ നടപടിക്ക് ഒരു സാധ്യത എന്നുള്ള വിവരങ്ങൾ കൂടി ഏറ്റവും പുതുതായി നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കളക്ടർ അന്വേഷണം ഇന്ന് ആരംഭിക്കുകയാണ്. സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ്